വിശുദ്ധമായ റമദാനിലെ റഹ്മത്തിലെ 10 ഞങ്ങൾ നിന്ന് കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ ഉള്ളത് മഗ്ഫിറത്തിലെ 10ലായിട്ടിരിക്കുന്നത് ഞങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹുക്ക് ചൊമ്മ ഇഷ്ടമുള്ളൊരു കാര്യമായിട്ടിരിക്കുന്നത് അവൻ്റെ അടിമങ്ങ അള്ളാഹുരൊട്ടിಗೆ താന്നുകീടും മാഫ് അപേക്ഷിക്കരുത്. അവനക്ക് ചൊമ്മ ഇഷ്ടമുള്ള കാര്യമായിട്ടിരിക്കരുത്. എത്രത്തോളം ചെന്നേണ്ടെങ്കിൽ ഹദീസിൽ കാണാം, ഒരാൾ തൻ്റെ യാത്ര ചരക്കുമായിട്ട് അയാളെ പാനീയവും അയാളെ ആഹാരവും വസ്തുവും ഒരു ഒട്ടകപ്പുറത്തിൽ ഇങ്ങനെ യാത്ര പോകുമ്പോൾ ഒരു മറുഭൂമിയിലെത്തിട്ടാകുമ്പോൾ ക്ഷീണിച്ച് വച്ചിട്ട് അയാൾ ഒരു മറത്തടിയിൽ കിടന്നിട്ട് എസർത്തായി നോക്കുമ്പോൾ അയാളെ ആഹാരവും പാനീയവും വസ്ത്രവും ഇന്നങ്ങനത്തെ ആ ഒട്ടകം ആ കുതിര അയാൾ നിന്ന് കാണില്ല, നഷ്ടപ്പെട്ടു പോയിട്ട്. അങ്ങനെ അയാൾ പരിസരത്തിലെല്ലാം തേടി നടക്കരുത്, എവിടെയും ഇത് കാണില്ല. വല്ലാത്ത ദാഹിക്കറ് പൈക്കറ് എന്തും ഇയാൾ കിട്ടിയോണ്ടില്ല, നിർജ്ജനമായ ഒരു മറുഭൂമി ആയതുകൊണ്ട്. അദ്ദേഹം ഒരു ബേജാറിൽ വീണ്ടും വന്നിങ്ങനെ കിടക്കുമ്പോൾ ആ വറക്കിൽ നിന്ന് എസർത്തായി നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അയാളിൽ നിന്ന് നഷ്ടപ്പെട്ടതായ കുതിര, ആ വാഹനം, അതിലുള്ള ആഹാരവും പാനീയവും എല്ലാം അയാൾക്ക് തിരിച്ചു കിട്ടുക. ആ സമയത്തിൽ അയാൾക്ക് വല്ലാത്ത സന്തോഷം. അവിടെയും അള്ളാഹുരൊട്ടിಗೆ ചൊല്ല, അള്ളാഹു നൻ്റെ അടിമ നീന്, അള്ളാഹു നാനും ചൊല്ല, അങ്ങനത്തെ ഫലക്ക പോലും അയാളെ സന്തോഷം കൊണ്ട് പണ്ട്. എന്നിട്ടും അയാൾക്ക് ഈ കിറ്റിയ സന്തോഷം എത്രയുണ്ടോ അതിനെ കാട്ടി ഇരട്ടി സന്തോഷമായിട്ട് ഒരു അടിമ അള്ളാഹുരൊട്ടിಗೆ താന്നുകേടും അപേക്ഷിക്കരുത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഞങ്ങൾ ആരും നല്ലങ്ങാണ്ട് ചൊന്ന് നടക്കേണ്ടതില്ല. കാരണം ഞങ്ങൾ മനുഷ്യന്മാരായിട്ടിക്കരുത്. ഞങ്ങൾ മലക്കുങ്ങവോ അല്ലെങ്കിൽ അമ്പിയാക്കുലോ ഒന്നുമല്ല. സാധാരണ മനുഷ്യനായതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ പല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ടാകാം. അതെല്ലാം അള്ളാഹുരൊട്ടിಗೆ ഒന്ന് മുന്നിൽ വെച്ചിട്ട് തൗബ ചെയ്ഞ്ഞ് മടങ്ങുക എന്ന് ഞാൻ അങ്ങനത്തെ തെറ്റുകൾ വേണ്ടാത്തേക്ക് നാ പോണ്ടില്ലാണ്ട്. നിങ്ങൾ നോക്കൂ, ഞങ്ങളുടെ മുന്നിൽ കഴിഞ്ഞു പോയ അങ്ങനത്തെ സ്വഹാബത്ത് പോലും അള്ളാഹുരൊട്ടിಗೆ താന്നുകേടും അപേക്ഷിച്ച മഹാന്മാരായിട്ടിക്കരുത്. സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വല്ലാത്ത പൊട്ടിക്കരച്ചിലുള്ള മഹാനായിട്ടുണ്ട്. എത്രത്തോളം ചെന്നെങ്കിൽ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ച് നബി തങ്ങൾ ചൊല്ല, അവ്വലു മൻ ആമന ബി അബൂബക്കർ, അവ്വലു മൻ സദ്ദഖ ബി അബൂബക്കർ, അവ്വലു മൻ അതെ സ്വർഗത്തിൽ നന്റെ കൂടെ ഫസ്റ്റ് കടക്കടെ ആല് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിട്ടിക്കരുത്. നണ്ടൊട്ടിಗೆ ഫസ്റ്റ് ഇസ്ലാം കടന്നതും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിട്ടിക്കരുത്. സ്വർഗത്തിൽ എല്ലാ അമ്പിയാക്കൾക്ക് ഒരു കൂട്ടുകാരൻ ഇന്നെങ്കിൽ നന്റെ കൂട്ടുകാരൻ അത് സിദ്ദീഖ് തങ്ങളായിട്ടിക്കരുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലും ഇത്ര ബേജാറിൽ വിളിപ്പിട്ടിരുന്നെങ്കിൽ, അതുപോലെ സയ്യിദന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, നിങ്ങൾ ബുദ്ധിക്കൂ, കിസ്റ കൈസർ ചൊല്ല രണ്ട് രാജവംശത്തെ ഗിടുകിട ബെറപ്പിച്ച അങ്ങനത്തെ ആളായിട്ട് ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഒരു ഭാഗത്ത് ഉമർ റളിയല്ലാഹു അൻഹു ബണ്ടുണ്ടായെങ്കിൽ ഇബ്ലീസ് ശൈത്താൻ വേറെ ഭാഗത്തിൽ പോയി ഇത് തെരുത്തപ്പാട്ടിയിട്ട്. കാരണം അത്രയും പേടി, അത്രയും ഈമാനിയ ഉറച്ചുള്ള അങ്ങനത്തെ ഉമർ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ എത്ര വലിയ ധീരനായിട്ടുണ്ടെങ്കിലും സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിടെ മുന്നിലെത്തുമ്പോൾ എന്തുമല്ല ഉമർ റളിയല്ലാഹു അൻഹു. ജീവിതത്തിൽ ഒരു തെറ്റ് ചെയ്തത് പോട്ട് എന്നൊരാൾ തപ്പ് ചെയ്യുക പോലും അനുവദിച്ചു കൊടുക്കാത്ത അങ്ങനത്തെ നേതാവായിട്ട് ഇത് സയ്യിദന ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഒരു സ്വഹാബി ഇമാം സലാമീറ്റിയപ്പോൾ എണിച്ചു പോകുമ്പോൾ ആ സ്വഹാബിയെ പിടിച്ച് ദൈപ്പ റെജിലിസ് ദൈക്കുർ അവിടെ. കാരണം ഇമാം സലാമീറ്റിയപ്പോൾ ദുആ കലിയാണ്ട് എണിച്ചു പോകേണ്ടത് കറാത്തായിട്ട്. അങ്ങനെ ഒരു കറാത്ത് ഒരു സ്വഹാബിൽ നിന്നുണ്ടാകുമ്പോൾ മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു സ്വഹാബിൽ നിന്ന് കറാത്ത് പോലും ഉണ്ടാവുകയില്ല. അതുപോലെ നിങ്ങൾ നോക്കൂ, സയ്യിദന ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം നെറ്റേണ്ടതാ, കണ്ടാൽ ഉടൻ നീ വാവിട്ട് നീ കറയേണ്ടതാണ്ട്. അതുപോലത്തെ മഹാനായിട്ട് സയ്യിദന ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബറിനെ കണ്ടെങ്കിൽ വല്ലാത്ത കരച്ചിൽ ബിങ്ങിക്കരച്ചിലായിട്ട് ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു. പല കൂട്ടുകാരായ സ്വഹാബത്ത് കേട്ടാറല്ലോ, ഉസ്മാൻ തങ്ങളെ നിങ്ങൾ സ്വർഗത്തെക്കുറിച്ച് ചൊല്ലും നിങ്ങൾക്ക് വിളിപ്പ് വന്നുകൊണ്ടില്ല, നരകത്തെക്കുറിച്ച് ചൊല്ലുമ്പോൾ നിങ്ങൾ ബേജാറ് കാണില്ല, മഹ്ശറത്തെക്കുറിച്ച് ചൊല്ലുമ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ഇല്ല, പിന്നെന്തേ ഖബറ് കാണുമ്പോൾ വല്ലാത്ത കരച്ചില്, ഖബറിനെ കുറിച്ച് ചൊല്ലുമ്പോൾ എന്തേ നിങ്ങൾക്ക് ഒരു വിളിപ്പ് വേണ്ടേന്ന് കേൾക്കുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചൊന്നത്, പല കൂട്ടുകാരും ഞങ്ങൾക്കുണ്ട്. മഹ്ശറിൽ ആൽമാറുണ്ട്, നരകത്തിൽ ആൽമാറുണ്ട്, സ്വർഗത്തിലും ആൽമാറുണ്ട്. പക്ഷേ ഖബറിൽ നാൻ ഓർത്തനെ കിടക്കേണ്ടി വരുമല്ലോ, അതിനെ ഓർത്തിട്ടാണ് നാം ഉൾപ്പെടുത്തേണ്ടത് സയ്യിദന ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുതിയാപ്പുല അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു എല്ലാവരും സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളായിട്ട് നിങ്ങൾ സ്വർഗത്തിലുണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്ന അങ്ങനത്തെ ഈ ആൽമാറൊക്കെയും അങ്ങ് വല്ലാത്ത അള്ളാഹുടെ ഓർത്ത് ഉൾപ്പിട്ട ആൽമാറായിട്ടിക്കരുത്. അങ്ങനെ ജീവിതത്തിൽ തെറ്റും ചൊല്ലി തങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടില്ല. എന്ന്
എന്നിട്ടും അള്ളാഹുടെ ഒരു പേടി. എന്നെങ്കിലും മുഅ്മിനീങ്ങളെ ജീവിതത്തിൽ തെറ്റു മാത്രം, കാണ്ടതും തപ്പു, കേൾക്കുന്നതും തപ്പു, തിന്നുന്നതും തപ്പു, എല്ലാം വേണ്ടാത്തത് കൊണ്ട് മുങ്ങിയങ്ങനത്തെ ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങൾക്കൊരു തൗബ ചെയ്യുക പോലും ഞങ്ങൾ മനസ്സ് മനസ്സിലായിട്ടായെങ്കിൽ ഞങ്ങളെ ഈ ഹൃദയം എത്ര ഗട്ടിയായ ഹൃദയമായിട്ടിരിക്കുന്നത് നിങ്ങളത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ ഒരു തപ്പ് പോലും ചെയ്യാത്ത മുത്തുനബി ഒരു 4 വട്ട ഇസ്തിഗ്ഫാർ അല്ലെങ്കിൽ 100 വട്ട ഇസ്തിഗ്ഫാർ ചെഞ്ഞോണ്ട് ഇന്ത്യൻ ചൊല്ലുമ്പോൾ മുഅ്മിനീങ്ങൾ ചിന്തിക്കാനായ വിഷയമായിട്ട് ഇതിനെ കുറിച്ചിട്ട് പല സലാപ്പിങ്ങവും അതുപോലെ പുത്തൻവാദിങ്ങൾ ചൊല്ലുന്നുണ്ട്. അതാ നിങ്ങൾ നോക്കൂ നബി തങ്ങ തപ്പാക്കി അതുകൊണ്ട് തൗബ ചെഞ്ഞിരേണ്ട് അത്രത്തോളം ബിഡിങ് ആയിട്ട് ഞങ്ങളുടെ നല്ലൊരു ഡ്രസ്സ് ഇട്ടിട്ട് ഞങ്ങൾ പോയതും എ സിയിലായിട്ട് എ സി ഗാഡിയിൽ പോയത് റൂമൊക്കെ എത്തിയതും എ സിയിൽ ഡ്രസ്സിൽ ഒരു മണ്ണുമായിട്ടില്ല ഒരു വേർപ്പുമായിട്ടില്ല എന്നിട്ടും ഞങ്ങൾ ഡ്രസ്സ് ചേഞ്ച് ആക്കട പിന്നെ ആ ഡ്രസ്സിൽ പിന്നെ മാറ്റിയിട്ട് കൽക്കറ ഞങ്ങൾ കാരണം മണ്ണായത് കൊണ്ടല്ല അതൊരു ആദത്തായിട്ടിക്കറ്. അതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അങ്ങനത്തെ ഒരു തൗബ ചെയ്തിട്ടുണ്ടെങ്കിൽ മുഅ്മിനീങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭാഗം ഇപ്പോൾ നല്ലൊരു അവസരമായിട്ടിക്കറ് ഞങ്ങൾക്ക് തൗബ ചെയ്യുന്നത്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല അവൻ്റെ തൗവാബീങ്ങളിൽ മുതദ്ദഹിരീങ്ങളിൽ അള്ളാഹു ഞങ്ങൾ ഉൾപ്പെടുത്തട്ട്, അവൻ്റെ ഇഷ്ടദാസരിൽ അള്ളാഹു ഞങ്ങൾ ഉൾപ്പെടുത്തട്ട്. ആമീൻ.